ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മനോഹരമായ ഒരു ദിവസമാണ് ദൈവം നമുക്ക് നൽകിയിട്ടുള്ളത്. ചുറ്റും നോക്കുകയാണെങ്കിൽ അനേക വ്യക്തികൾ രോഗത്താലും ഭാരത്താലും പ്രയാസത്താലും ബുദ്ധിമുട്ടാലും അവർ ഭാരപ്പെടുമ്പോൾ നമുക്ക് രോഗവും പ്രയാസവും ഭാരവും ബുദ്ധിമുട്ടും അതുപോലെ തന്നെ സാമ്പത്തിക ക്ലേശങ്ങളും ഒന്നുമില്ല എന്നല്ല പറയുന്നത്. ഇതൊക്കെ ഉണ്ടായിരുന്നാലും ദൈവത്തെ നോക്കി സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും എന്ന് നാം രുചിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ഓരോ ജീവിതവും ദൈവം നമുക്ക് അനുഗ്രഹമായി തന്ന നമ്മുടെ ജീവിതം, നമുക്ക് അനുഗ്രഹമായി തന്ന നമ്മുടെ കുടുംബം നാം പ്രാർത്ഥനയോടുകൂടെ നയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിന് മുൻപുള്ള ഈ നിമിഷങ്ങളിൽ നമ്മളെ വേണ്ടി ഒരുക്കുകയും അതുപോലെ തന്നെ ദിനം പ്രതിയുള്ള അനുഗ്രഹം ദൈവം നമുക്ക് നൽകുകയും ചെയ്യുമെന്ന് വാഗ്ദാനം ദൈവത്തിൻ്റെ വചനത്തിലൂടെ നൽകിയിട്ടുണ്ട്. ആ വാഗ്ദാനത്തിൻ്റെ അനുഗ്രഹം എത്ര പേർ കൈക്കൊള്ളുന്നു എന്ന് നോക്കുകയാണെങ്കിൽ ചുരുക്കം പേരാണ്. കാരണം നമ്മൾ തന്നെയാണ് നമ്മുടെ പ്രാർത്ഥനാക്കുറവ്, നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ കുറവ്, നമ്മുടെ ആരാധനയുടെ കുറവ്, ഇതെല്ലാം കാരണമാണ്. നാം കഴിഞ്ഞ ദിവസം നമ്മുടെ കുടുംബ ജീവിതം അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതം, ക്രിസ്തീയ ഭവനത്തെക്കുറിച്ച് നാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ക്രിസ്തീയ ഭവനം കെട്ടിപ്പടുത്തുന്നത് ഒരു വിവാഹ ബന്ധത്തിലൂടെ നാം കെട്ടിപ്പടുത്തുന്നു, പുതിയതായിട്ട് കെട്ടിപ്പടുത്തുന്നു എന്ന് നാം മനസ്സിലാക്കി. യുവാക്കൾ ചിന്തിക്കേണ്ട കാര്യം, മാതാപിതാക്കൾ അവർ 2 ഭവനങ്ങളിലായിരുന്നു. അവരെ ദൈവം ഒരു ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു, അവർക്ക് ദാനമായി നിങ്ങളെ നൽകി. അതുപോലെ തന്നെ അവർ കുടുംബജീവിതം കെട്ടിപ്പടുത്തി. അതുപോലെ നിങ്ങളും അപ്രകാരമുള്ള ഒരു കുടുംബജീവിതം കെട്ടിപ്പടുത്തുവാനും ദൈവത്തിൻ്റെ ദാനങ്ങൾ ലഭിക്കുവാനും കർത്താവായ ദൈവം നിങ്ങളെ കാത്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസത്തിൽ എപ്രകാരം നാം നമ്മുടെ തക്കതായിട്ടുള്ള തുണയെ നമുക്ക് ലഭിക്കും, ആര് കൊണ്ടുവരും, അത് ദൈവം നമുക്ക് വേണ്ടി എത്തിക്കും. അതുകൊണ്ട് അതിനുവേണ്ടി നാം എപ്രകാരം കാത്തിരിക്കണം, ഒരുങ്ങണം എന്നതിനെക്കുറിച്ച് നാം ചിന്തിച്ചു. അപ്രകാരമുള്ള ഒരുക്കത്തോടുകൂടി ദൈവത്തിൻ്റെ വചനങ്ങൾ പ്രകാരം ജീവിക്കുകയും പ്രാർത്ഥനയോടുകൂടി ഒരുങ്ങുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തക്കതായിട്ടുള്ളൊരു തുണയെ ദൈവം നമുക്ക് നൽകുമെന്ന് വളരെ വ്യക്തമായിട്ട് നാം കഴിഞ്ഞ ദിവസത്തിൽ മനസ്സിലാക്കി. എന്നാൽ ഇന്ന് നാം മനസ്സിലാക്കാൻ പോകുന്നത്, നാം കഴിഞ്ഞ ദിവസത്തിൽ പറഞ്ഞതുപോലെ നമുക്ക് ദൈവം തരുന്ന ഒരു അനുഗ്രഹമാണ് കുടുംബം എന്ന് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ ചിന്തിക്കും, നമുക്ക് 2, 3, 4 കുടുംബം ആയേക്കാം. ചിലപ്പോൾ സ്ത്രീ ചിന്തിക്കും, നമുക്ക് ചിലപ്പോൾ ഒരു 2, 3 ഭാര്യ ഭർത്താക്കന്മാർ ആയിരിക്കാം. ചിലപ്പോൾ ഭർത്താക്കന്മാർ ചിന്തിക്കും, നമുക്ക് 2, 3 ഭാര്യമാരായേക്കാം എന്ന് ചിന്തിക്കും. എന്നാൽ ദൈവ വചനം വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 24-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ഒരു മനുഷ്യൻ അച്ഛനെയും അമ്മയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരുമെന്ന് പറയുന്നു. ഇവിടെ ഒരു മനുഷ്യൻ ഭാര്യയോട്, ഏകവചനമാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഭാര്യമാരോട് എന്ന് പറയുന്നില്ല. അവിടെ ഏകവചനമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കുന്ന കാര്യമാണ്, ദൈവം ഒരു മനുഷ്യന് ഒരു കുടുംബം അനുഗ്രഹമായിട്ട് കൊടുത്തിട്ടുണ്ട്. ബഹുകുടുംബങ്ങളല്ല, ഒരു കുടുംബം, ഒരു ഭർത്താവ്, ഒരു ഭാര്യ, അപ്രകാരമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നോഹയുടെ കാലഘട്ടത്തിൽ ഉൽപ്പത്തിയുടെ പുസ്തകം 7-ാം അധ്യായം 13-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ അവിടെ നോഹയും ഭാര്യയും, നോഹയുടെ 3 ആൺമക്കളും 3 ഭാര്യമാരും പെട്ടകത്തിനകത്ത് കയറിയതായിട്ട് കാണുവാൻ സാധിക്കും. ദൈവം നോഹയ്ക്ക് കൊടുത്ത അനുഗ്രഹമായിരുന്നു ആ ഭാര്യ, കുടുംബം, മക്കളുടെ കുടുംബം. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നോഹ 120 വർഷം ഇവിടെ പ്രസംഗിക്കുകയും ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിക്കുകയും പ്രാർത്ഥനയോടുകൂടെ ജീവിക്കുകയും നോഹയുടെ ജീവിതത്തിൽ ആത്മീയ അന്തരീക്ഷങ്ങൾ വരികയും നോഹ ദൈവത്തിൻ്റെ വചനപ്രകാരം അപ്രകാരം തൻ്റെ മക്കളെ വളർത്തുകയും നോഹ ദൈവത്തിൻ്റെ വചനപ്രകാരം കുടുംബം നടത്തുകയും നോഹ ദൈവത്തിൻ്റെ വചനം മറ്റുള്ളവരുടെ ഇടയിൽ എത്തിക്കുകയും ചെയ്തപ്പോൾ അവിടെയുള്ള ജനങ്ങളെല്ലാം നോഹയെ നിന്ദയും പരിഹാസവും അതുപോലെ തന്നെ നോഹയെ കളിയാക്കുന്നതായി കാണുവാൻ സാധിക്കും. എന്നാൽ ജലം കൊണ്ട് ഈ ഭൂമിയെ നശിപ്പിക്കാൻ ശ്രമിച്ച സമയത്ത് ദൈവം ജലപ്രളയത്താൽ ഈ ഭൂമിയെ നശിപ്പിക്കാൻ സമയത്ത് നോഹ ഒരു പെട്ടകം ഉണ്ടാക്കിയെന്ന് കാണുവാൻ സാധിക്കും.
ദൈവം നോഹയോട് ഒരു പെട്ടകം ഉണ്ടാക്കാൻ പറഞ്ഞു. ആ പെട്ടകത്തിലൂടെ അവിടെ ദൈവം നോഹയെ രക്ഷിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും. അപ്രകാരം തന്നെ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് അടുത്തിരിക്കുകയാണ്. നമുക്ക് നൽകിയ അനുഗ്രഹത്തിൻ്റെ പ്രഥമ അനുഗ്രഹം എന്ന് പറയുന്നത് ഒരു കുടുംബം തന്നെയാണ്. നോഹ എപ്രകാരം ജീവിച്ചോ, ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിക്കുകയും നമ്മുടെ കുടുംബത്തെ പോറ്റുകയും മക്കളെ ദൈവത്തിൻ്റെ വചനപ്രകാരം നമ്മൾ വളർത്തുകയും ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ജീവിച്ച് ദൈവ വചനം മുറുകെ പിടിച്ച് ജീവിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു സാക്ഷിയെ കാണിക്കുകയും ചെയ്യുമ്പോൾ കർത്താവായ യേശുക്രിസ്തു വരുമ്പോൾ തീർച്ചയായിട്ടും നോഹയുടെ കുടുംബം രക്ഷിക്കപ്പെട്ടതുപോലെ നാമും നമ്മുടെ കുടുംബം രക്ഷിക്കപ്പെടും. ആമേൻ. ഇതാണ് വളരെ വ്യക്തമായിട്ട് ദൈവം പറയുന്നത്. ഒരു കുടുംബം തന്നെയാണ് ദൈവം നമുക്ക് നന്നായിട്ട് നൽകിയിട്ടുള്ളത്, അല്ലെങ്കിൽ അനുഗ്രഹമായിട്ട് നൽകിയിട്ടുള്ളത്. എന്നാൽ പലപ്പോഴും പല വ്യക്തികളും പറയുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ പല വ്യക്തികളും ചിന്തിക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ പല വ്യക്തികളും പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ തന്നെ കേട്ടിട്ടുണ്ട്, കുടുംബം നടത്തുവാൻ വളരെയധികം കഷ്ടമാണ്, വളരെയധികം പ്രയാസമാണ്, വളരെയധികം ബുദ്ധിമുട്ടാണ്. അവിടെ ഭാര്യമാർ പറയും, ഭർത്താക്കന്മാർ അല്ലെങ്കിൽ ഒരു ഭാര്യ പറയും, ഭർത്താവ് വളരെയധികം ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്, ഭർത്താവ് സ്നേഹം തരുന്നില്ല, അതുപോലെ തന്നെ ഭർത്താവ് കുടുംബം നോക്കുന്നില്ല, മദ്യപാനമാണ്, പ്രയാസമാണ് എന്നെല്ലാം പറയും. ഭർത്താവ് പറയും, ഭാര്യയ്ക്ക് സ്നേഹമില്ല, മക്കളുടെ കാര്യം നോക്കുന്നില്ല, വീട്ടിലെ കാര്യം നോക്കുന്നില്ല, വീട് വൃത്തിയായി സൂക്ഷിക്കുന്നില്ല, എപ്പോഴും ടി വിയുടെ ഫ്രണ്ടിലാണ്, അതുപോലെ തന്നെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എന്ന ബുദ്ധിമുട്ടുകൾ പറയും. മാതാപിതാക്കൾ പറയും, മക്കൾ അനുസരിക്കുന്നില്ല, മക്കളുടെ തോന്നിയ ജീവിതം നയിക്കുന്നു, മക്കൾ അങ്ങോട്ടും അടിവെച്ചും അതുപോലെ തന്നെ കുടുംബത്തിലൊരു സമാധാനം കൊണ്ടുവരുന്നില്ല. മക്കൾ പറയും, മാതാപിതാക്കൾ നമ്മളെ സ്നേഹിക്കുന്നില്ല, നമ്മളെ ഇഷ്ടമൊന്നും നടത്തി തരുന്നില്ല. ഇപ്രകാരമെല്ലാം പറയുമ്പോൾ ബുദ്ധിമുട്ടുകൾ കുടുംബത്തിൽ വരുന്നു. ദൈവം അനുഗ്രഹമായി തരുന്ന കുടുംബത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ചെറിയ പിണക്കങ്ങളും വഴക്കുകളും ഇല്ലാത്ത ഒരു ഭവനവും ഒരു കുടുംബവും ഇല്ല. പക്ഷേ ദൈവം പറയുന്നു, എല്ലാം വരുമ്പോഴും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ കീഴിൽ നാം ഉണ്ടായിരിക്കുമ്പോൾ തീർച്ചയായിട്ടും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ബുദ്ധിമുട്ടുകളും സാമ്പത്തിക ക്ലേശങ്ങളും വരുമ്പോൾ ദൈവം നമ്മളെ വഴി നടത്തുമെന്ന് പറയുന്നു. ആമേൻ. ഇവിടെ നാം ചെയ്യേണ്ട പാർട്ട്, അല്ലെങ്കിൽ ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ഉത്തരവാദിത്തം നാം കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു കുടുംബം നമുക്ക് മുന്നോട്ട് നയിക്കുവാൻ സാധിക്കും. ഭാര്യ എന്തൊക്കെ ചെയ്യണമെന്നും ഭർത്താവ് എപ്രകാരം ആയിരിക്കണമെന്നും മക്കൾ എപ്രകാരമായിരിക്കണം, മക്കളെ എപ്രകാരം വളർത്തണം, നമ്മുടെ സാമ്പത്തികം ഏത് രീതിയിൽ കൊണ്ടുപോകണം, സാമ്പത്തികത്തിൽ നിന്നും നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ നിന്നും നമ്മുടെ ബുദ്ധിയിൽ നിന്നും പരിജ്ഞാനത്തിൽ നിന്നും നമ്മുടെ എല്ലാ കാര്യത്തിൽ നിന്നും നാം കുടുംബം ഒന്നടങ്കമായി ദൈവത്തെ എപ്രകാരം ബഹുമാനിക്കണം എന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ വചനം നമ്മോട് സംസാരിക്കുന്നു. അപ്രകാരമുള്ളൊരു ജീവിതം നയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു സന്തോഷമേറിയ കുടുംബം മുന്നോട്ട് നയിക്കുവാൻ സാധിക്കും. ഇവിടെ ഒരു ഭാര്യ എപ്രകാരമായിരിക്കണമെന്ന് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 22-ഉം 24-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ ഭാര്യ ഭർത്താവിനെ കീഴടങ്ങി തന്നെ ഇരിക്കണം. ഭർത്താവ് എത്രമാത്രം ശബ്ദം ഉയർത്തി സംസാരിക്കുന്നോ അതിലേറെ ശബ്ദമുയർത്തി സംസാരിക്കുവാൻ ഇവിടെ പറയുന്നില്ല. ഭാര്യ എപ്പോഴും ഭർത്താവിൽ എത്രമാത്രം ഉയർത്തി സംസാരിക്കുന്നോ, ശബ്ദമുയർത്തി സംസാരിക്കുന്നോ ആ ശബ്ദത്തിൽ നിന്നും കുറച്ച് താഴ്ന്ന് സംസാരിക്കുവാൻ ശ്രമിക്കുക. ഭർത്താവ് ഇത്ര ശതമാനം സാമ്പത്തിക അല്ലെങ്കിൽ പണം ചെലവാക്കണമെന്ന് പറയുമ്പോൾ അതിൽ കുറച്ചും കൂടി ചെലവാക്കണം എന്ന ചിന്ത ഭാര്യയ്ക്ക് ഉണ്ടാകാൻ പാടില്ല. ഭർത്താവ് എന്തു പറയുന്നു അതിൽ നിന്നും താഴ്ന്ന്, ചേട്ടാ നമുക്ക് കുറച്ചും കൂടി ക്രമീകരണങ്ങൾ വരുത്തി നമുക്ക് ജീവിക്കാം എന്നൊരു ചിന്തയായിരിക്കുമ്പോൾ ഭാര്യയെ കീഴടങ്ങി ജീവിക്കുന്ന അല്ലെങ്കിൽ ഒരു ഭർത്താവിനെ നമുക്ക് വാർത്തെടുക്കാനല്ല, മറിച്ച് അവിടെ ഭർത്താവിനെ കീഴടങ്ങി ജീവിക്കുന്ന ഭാര്യ അവിടെ കാണുവാൻ സാധിക്കും. ഭാര്യ എപ്രകാരം ആയിരിക്കണമെന്ന് വളരെ വ്യക്തമായിട്ട് ഇവിടെ പറയുകയാണ്. അതുപോലെ തന്നെ എഫേസ്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 33-ൽ പറയുന്നു, ഭയപ്പെടണം. ഇവിടെ യഹോവ പറയുന്നു യഹോവയെ ഭയപ്പെടണം. എന്നാൽ ഇവിടെ പറയുന്നു നിന്റെ ഭർത്താവിനെ ഭയപ്പെടണമെന്ന് ഭാര്യമാരോട് പറയുകയാണ്.
എപ്രകാരമാണ് ഭയപ്പെടേണ്ടത്? യഹോവയെ നമ്മൾ എപ്രകാരമാണ് ഭയപ്പെടുന്നത്? സ്നേഹം കൊണ്ടാണ് ഭയപ്പെടുന്നത്. പൂർണ്ണമായിട്ടും നിങ്ങൾ ഭർത്താവിനെ സ്നേഹിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഭയത്തിൻ്റെ പൂർണ്ണ അർത്ഥം അവിടെ ഉണ്ടായിരിക്കും. എന്നാൽ ഇപ്രകാരമുള്ളൊരു ഭാര്യ നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ടാകുന്നില്ല എങ്കിൽ ഭർത്താക്കന്മാരുടെ ചില തെറ്റുകളായിരിക്കാം, ഭർത്താക്കന്മാരുടെ വീഴ്ചകളായിരിക്കാം, ഭാര്യമാരുടെ വീഴ്ചകളായിരിക്കാം. എന്നാൽ ഒരു ഭർത്താവിൻ്റെ പാർട്ട് നമ്മൾ ക്ലിയർ ആയിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. ഭാര്യയുടെ പാർട്ട് എന്താണെന്ന് മനസ്സിലാക്കി ഭർത്താവിനെ കീഴടങ്ങി ജീവിക്കുക, അതുപോലെ തന്നെ ഭർത്താവിനെ ഭയപ്പെടുക. ഇപ്രകാരമുള്ളൊരു മനോഭാവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുമ്പോൾ സ്നേഹസമ്പന്നമായ ഭർത്താവും നല്ല ഒരു കുടുംബവും നിങ്ങൾക്കുണ്ടാകുമെന്ന് വളരെയധികം വ്യക്തമായിട്ട് തിരുവചനം നിങ്ങളോട് പറയുകയാണ്. ഇനി ഭർത്താക്കന്മാർ എപ്രകാരമായിരിക്കണമെന്നും തിരുവചനം പറയുകയാണ്. ഇവിടെ പറയുന്നു, എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 23 പറയുകയാണ്, ക്രിസ്തു സഭയുടെ തലയാകുന്നത് പോലെ ഇവിടെ ഭർത്താവ് ഭാര്യയുടെ തലയാകുന്നു. അതുപോലെ വേറൊരു കാര്യവും കൂടെ ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഇവിടെ പറയുന്നു രക്ഷിതാവാകുന്നു. തല മാത്രമായാൽ പോരാ, രക്ഷിതാവുമാകണം. ഇവിടെ പറയുന്നു ഭർത്താവ് തല തന്നെയാണ്, പിന്നെ രക്ഷിതാവുമായിരിക്കണം. ഞാനാണ് എൻ്റെ കുടുംബത്തിലെ തല എന്ന് ഭർത്താക്കന്മാർ ചിന്തിച്ചുകൊണ്ട് ഭാര്യമാരെ മർദ്ദിക്കുവാൻ ചൊല്ലുക, അതുപോലെ തന്നെ അവരുടെ മേൽ നമ്മുടെ ആഗ്രഹങ്ങളെ അടിച്ചമർത്തുവാൻ ശ്രമിക്കുക, ഇതല്ല വേണ്ടത്. അവിടുത്തെ അതേ വാക്യത്തിൽ തന്നെ പറയുകയാണ്, നിങ്ങൾ രക്ഷിതാവാകണം. അവിടെ ഒരു ആത്മീയപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഇല്ല എങ്കിൽ ആത്മീയപരമായിട്ടുള്ള അന്തരീക്ഷം പ്രാർത്ഥനയോട് കൊണ്ടുവന്ന് രക്ഷിതാവാവണം. പള്ളിയിൽ പോകാൻ സമയമാകുമ്പോൾ ഭാര്യയെ മക്കളെയും പറഞ്ഞു വിടും, ഭർത്താവ് തലയല്ലേ, ഞാനങ്ങ് വീട്ടിലിരിക്കാം. അതല്ല, ഭർത്താവ് ആദ്യം ഇറങ്ങണം, ഭർത്താവ് മാതൃകയായി കൊടുക്കണം. അപ്രകാരമുള്ളൊരു രക്ഷിതാവാകുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു നിങ്ങളിലൂടെ പ്രവർത്തിക്കുകയും നിങ്ങൾ നല്ല ഒരു ഭർത്താവായി, ഭാര്യ എപ്പോഴും ബഹുമാനിക്കുകയും കീഴടങ്ങുകയും ഭയപ്പെടുകയും ചെയ്യുന്ന ഭർത്താവായി, മക്കളെപ്പോഴും ബഹുമാനിക്കുന്ന ഒരു അച്ഛനായി നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും. ആമേൻ. അതുപോലെ തന്നെ വളരെ വ്യക്തമായിട്ട് വീണ്ടും പറയുകയാണ്. ഇവിടെ പറയുന്നു, എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 28-ാം വാക്യത്തിൽ, സ്വന്തം ശരീരത്തെ സ്നേഹിക്കുന്നത് പോലെ ഭാര്യയെ സ്നേഹിക്കുക. എങ്ങനെയാണ് സ്വന്തം ശരീരത്തെ സ്നേഹിക്കുക എന്ന് പറയുന്നത്? ഇപ്പോൾ സ്വന്തം ശരീരത്തെ സ്നേഹിക്കുമ്പോൾ ഞാൻ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ വ്യക്തിപരമായിട്ടൊരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ, ഞാൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് ഞാൻ സ്വയമായിട്ട് അടിക്കുമോ? എന്നെ വേദനിപ്പിക്കുമോ? ചെറുതായിട്ട് നമ്മൾ തലയെ തട്ടുകയോ കവളത്തടിക്കുകയോ, എന്തോ ഞാനിങ്ങനെ ചെയ്തതെന്ന് നമ്മൾ ചെയ്യും. എന്നാൽ അല്ലെങ്കിൽ നമുക്ക് ദൈവം നൽകിയിട്ടുള്ള ഭാര്യ എന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അടിക്കുന്നു എങ്കിൽ അപ്രകാരമുള്ള മർദ്ദനം പാടില്ല എന്നാണ് വളരെ വ്യക്തമായിട്ട് പറയുന്നത്. തിരുവചനത്തിൽ പറയുന്നു, നിങ്ങളുടെ മക്കളെ മാത്രം നിങ്ങൾ ശാസിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ വടി കൊണ്ട് അടിക്കുക. ഭാര്യ ഒരിക്കലും തല്ലുവാൻ തിരുവചനത്തിൽ പറഞ്ഞിട്ടില്ല. ദൈവത്തിൻ്റെ വചനത്താൽ പറഞ്ഞ് മനസ്സിലാക്കണം. നിങ്ങൾ ഒരുപോലെ നിങ്ങൾ ഉണ്ടായിരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. തത്തുല്യമായിരിക്കണം. നിങ്ങളൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തെ മുറിവേൽപ്പിക്കുമോ? ഞാൻ തെറ്റ് ചെയ്തതെന്ന് പറഞ്ഞു, ഒരിക്കലും മുറിവേൽപ്പിക്കില്ല. നിങ്ങൾ ആ തെറ്റിൽ നിന്നും തിരുന്തി വരുവാൻ വേണ്ടി ശ്രമിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ഭാര്യ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ മർദ്ദിക്കാതെ അവിടെ നിങ്ങൾ ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി പ്രാർത്ഥനയോടുകൂടി ആ തെറ്റ് മനസ്സിലാക്കി തിരിച്ചു വരുവാൻ ശ്രമിക്കാൻ നിങ്ങൾ അങ്ങനെയുള്ളൊരു പടി എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല ഒരു കുടുംബം മെനഞ്ഞുണ്ടാക്കുമെന്ന് പറയുന്നു. വീണ്ടും താഴോട്ട് പറയുകയാണ്, 1 തീമോഥെയോസ് 5:8 പറയുന്ന വേറൊരു കാര്യം ഭർത്താക്കന്മാരോട് പറയുകയാണ്. 1 തീമോഥെയോസ് 5:8 പറയുകയാണ്, ഒരു വ്യക്തി, ഒരു ഭർത്താവ് തൻ്റെ കുടുംബത്തെ നോക്കാതെ, തൻ്റെ കുടുംബത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അവിശ്വാസിയെക്കാളും അധർമ്മനായിരിക്കുന്നു എന്ന് പറയുന്നു. നല്ല ആരോഗ്യമെല്ലാം ഉള്ളപ്പോൾ ജോലിക്ക് പോകാതെ ഭാര്യയെ ജോലിക്ക് വിട്ടിട്ട് വീട്ടിൽ വന്നിരുന്ന് മദ്യപാനവും അതുപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടപ്രകാരം ജീവിക്കുകയും വീട്ടിൽ മക്കൾക്ക് വേണ്ടി ഒന്നും കരുതാതെ മക്കളെ വിദ്യാഭ്യാസത്തിൽ അയക്കാതെ അതുപോലെ തന്നെ ഭാര്യയ്ക്ക് ഒരു സന്തോഷം നൽകാതെ നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുകയും കുടുംബം നോക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ അവിശ്വാസിയെക്കാളും അധർമ്മനാകുന്നു, ദൈവം നിങ്ങളെ ശിക്ഷിക്കുമെന്ന് വളരെ വ്യക്തമായിട്ട് തീമോഥെയോസ് എഴുതിയ ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് ഇവിടെ പറയുകയാണ്. അതുകൊണ്ട് ഭാര്യയും ഭർത്താവും എപ്രകാരം ആയിരിക്കണമെന്ന് വളരെ വ്യക്തമായിട്ട് തിരുവചനം നമ്മോട് പറയുമ്പോൾ ഓരോ വ്യക്തികളും ചിന്തിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഭർത്താവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ തലയാകുന്നു,
അതുകൊണ്ട് ഞാൻ എപ്രകാരം തലയായിരിക്കണം? ക്രിസ്തു തൻ്റെ സഭയ്ക്ക് തലയായതുപോലെ ക്രിസ്തു എപ്രകാരമാണ് തൻ്റെ തലയ്ക്ക് സഭയായത്? ക്രിസ്തു പിതാവിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം നടത്തിയാണ് തലയ്ക്ക് സഭയായത്. ഇവിടെ നാം ഓരോ ഭർത്താക്കന്മാരും ചിന്തിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നാം ഓരോ വ്യക്തികളും പിതാവായ ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ഇഷ്ടം തിരുവചനപ്രകാരം നാം നമ്മുടെ ജീവിതം നയിക്കുകയാണെങ്കിൽ, തിരുവചനപ്രകാരം നാം നമ്മുടെ കുടുംബത്തെ നയിക്കുകയാണെങ്കിൽ, തിരുവചനപ്രകാരം ഓരോ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ, തിരുവചനപ്രകാരം നമ്മുടെ മക്കളെ വളർത്തുകയാണെങ്കിൽ, തിരുവചനപ്രകാരം ഓരോ നിമിഷവും നമ്മുടെ കുടുംബം ആത്മീയ അന്തരീക്ഷത്തിൽ കൊണ്ടുപോവുകയാണെങ്കിൽ, തീർച്ചയായിട്ടും നമ്മൾ ക്രിസ്തു സഭയ്ക്ക് തലയായിരിക്കുന്നത് പോലെ ഓരോ ഭർത്താക്കന്മാരും കുടുംബത്തിൻ്റെ തലയായിരിക്കും. ആമേൻ. അങ്ങനെ തലയായിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാര്യമാർ സ്നേഹത്തോടും ഭയത്തോടും കീഴടങ്ങി നിങ്ങളുടെ കീഴിൽ തന്നെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഭാര്യമാർ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. ഭർത്താക്കന്മാർ തെറ്റുകൾ ചെയ്യുവാൻ പോകുമ്പോൾ ദൈവത്തിൻ്റെ വചനപ്രകാരം പറഞ്ഞ് മനസ്സിലാക്കാൻ നിങ്ങളും പഠിച്ചിരിക്കണം. പ്രാർത്ഥനയോടുകൂടി നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ സ്വഭാവം മാറുവാൻ വേണ്ടി ഓരോ ഭാര്യമാർ ജീവിതം നയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അപ്രകാരമുള്ള ഒരു അനുഗ്രഹം ദൈവം നൽകും. പിന്നെ വേറൊരു കാര്യം പറയുകയാണ്, ഇവിടെ അപ്രകാരമുള്ള ജീവിതം നൽകുമ്പോൾ നിങ്ങൾക്ക് അനുഗ്രഹമേറിയ ഒരു സമ്മാനം ദൈവം നൽകും. സങ്കീർത്തനങ്ങൾ 127 പറയുന്നത് എന്താണ്? ഉദരഫലം ദൈവം നൽകുന്ന ദാനമാണ്. അവിടെ പറയുന്നു, ദൈവം നിങ്ങൾക്ക് അവകാശമായി മക്കളെ തരികയാണ്. തിരുവചനങ്ങൾ പറയുന്നത്, മക്കളെ നിങ്ങൾ വളർത്തേണ്ടത് ദൈവവചനപ്രകാരം നിങ്ങൾ വളർത്തേണ്ടതാകുന്നു. മക്കൾ ജനിക്കുമ്പോൾ അവർക്ക് എപ്രകാരം അവർക്ക് വിദ്യാഭ്യാസം നൽകണം, മക്കളെ എപ്രകാരമുള്ള വസ്ത്രങ്ങൾ അണിയിക്കണം, മക്കൾ സൗന്ദര്യമായിരിക്കണം, മക്കൾക്കൊരു വേദനയോ ബുദ്ധിമുട്ടോ വന്നു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ ആശ്വസിപ്പിക്കണം, മക്കൾക്കൊരു രോഗം വന്നു കഴിഞ്ഞാൽ നല്ല ഡോക്ടറെ കൊണ്ട് തന്നെ നാം കാണിക്കണം. നമ്മളുടെ കഴിവിനും പരമാവധി അതിൽ ചിലപ്പോൾ അപ്പുറമായിട്ട് നമ്മളെ മക്കളെ വളർത്തണമെന്ന് ചിന്തിക്കുന്ന ഓരോ മാതാപിതാക്കൾ വേറൊരു കാര്യം ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. നിങ്ങൾ മക്കളെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനപരമായിട്ട് ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു കുടുംബം നിങ്ങൾക്ക് കെട്ടിപ്പടുത്തുവാൻ സാധിക്കും. ആമേൻ. ഇവിടെ വേറൊരു കാര്യം പറയുന്നു, മക്കളെ തല്ലുന്നതിൽ ഒരു കുഴപ്പവുമില്ല. സദൃശവാക്യങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ മക്കളെ തല്ലുന്നതിൽ ഒരു കുഴപ്പവുമില്ല, ശാസിക്കുന്നതിൽ ഒരു കുഴപ്പവുമില്ല. പക്ഷേ അവനെ ശാസിച്ചു മരണത്തിലേക്ക് കൊണ്ടുപോകാതിരുന്നാൽ മതി. എന്താണത് പറയുന്നത്? നമുക്കൊരു മകനെ അടിക്കുവാൻ പാടില്ലേ? അങ്ങനെയല്ല, മകനെയോ മകളെയോ നമുക്ക് അടിക്കുവാൻ, പക്ഷേ നമ്മുടെ ദേഷ്യം തീരുവാൻ വേണ്ടി അടിക്കരുത്, അല്ലെങ്കിൽ ദേഷ്യം തീരുവാൻ വേണ്ടി ശിക്ഷിക്കരുത്. അവിടെ മക്കളെ ശിക്ഷിക്കേണ്ടത് സ്നേഹത്തോടു കൂടെ ശിക്ഷിക്കണം. എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ദേഷ്യം വരും, വടിയെടുക്കും, മക്കളെ അടിക്കും. അതല്ല, മക്കൾ നല്ല രീതിയിൽ വളരണം. ആ ദേഷ്യമെല്ലാം നമ്മൾ ശമിപ്പിച്ച് സ്നേഹം വരുമ്പോൾ ഒരടി കൊടുക്കാം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, കൊടുത്തു കഴിഞ്ഞാൽ ആ സ്നേഹത്തിൻ്റെ ആ ഒരു ശാസന മക്കൾക്ക് എപ്പോഴും നിങ്ങളുടെ ഇടയിൽ വലിയൊരു ബഹുമാനത്തെ കൊണ്ടുവരുമെന്ന് ഇവിടെ പറയുന്നു. വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, നല്ലൊരു കുടുംബജീവിതം നയിക്കുവാൻ വേണ്ടി വളരെ അനേക സമ്പാദ്യം നിങ്ങൾ സമ്പാദിക്കണം. അനേക സ്ഥലങ്ങൾ ഉണ്ടായിരിക്കണം. എപ്പോഴും കുടുംബത്തോടു കൂടെ ഉണ്ടായിരിക്കണം. എപ്പോഴും ഭാര്യയുടെ ബേക്കിൽ, മക്കളുടെ ബേക്കിൽ ഉണ്ടായിരിക്കണം. എപ്പോഴും ഭാര്യ ഭർത്താവിൻ്റെ ബേക്കിൽ, അതുപോലെ തന്നെ മക്കളുടെ ബേക്കിൽ ഉണ്ടായിരിക്കണം. ഭയങ്കര ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ് എന്നെല്ലാം നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ചെറിയ കാര്യങ്ങളാണ് ഇവിടെ ദൈവം പറയുന്നത്. ഇവിടെ പറയുന്നു, ദൈവ ഇഷ്ടപ്രകാരം ജീവിക്കുക. ദൈവ ഇഷ്ടപ്രകാരം എപ്പോഴാണ് ജീവിക്കുന്നത്? ദൈവത്തിൻ്റെ വചനപ്രകാരം നാം ജീവിക്കുക. അതെന്ന് പറയുന്ന പ്രാർത്ഥനയിൽ തന്നെ തുടങ്ങണം. പ്രാർത്ഥനയില്ലാത്ത ജീവിതം അന്ധകാരത്തിലുള്ള കുടുംബമാണെന്ന് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. പ്രാർത്ഥനയോടുകൂടി ഒരു കുടുംബം തുടങ്ങുകയും, പ്രാർത്ഥനയോടുകൂടി ഭർത്താവ് ഓരോ കാര്യങ്ങൾ തീരുമാനിക്കുകയും, പ്രാർത്ഥനയോടുകൂടി ഭാര്യയെ ആ കാര്യങ്ങളിലേക്ക് ബോധിപ്പിക്കുകയും, പ്രാർത്ഥനയോടുകൂടി ഭാര്യയും ഭർത്താവും കൂടെ ചേർന്ന് മക്കളെ ആ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുകയും, പ്രാർത്ഥനയോടുകൂടി നിങ്ങളുടെ മക്കളെ വളർത്തുകയും, അതുപോലെ തന്നെ ഓരോ ജീവിത രീതിയിലും പ്രാർത്ഥനയോടുകൂടി ഓരോ പടി മുന്നോട്ട് കയറുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന എപ്പോഴും ഉണ്ടായിരിക്കണം. അതാണ് അവസാനമായി നിങ്ങൾ ഓർക്കേണ്ടത്. ഈ വചനത്തിൻ്റെ
അല്ലെങ്കിൽ ഇന്നത്തെ ഈ ഡിവോഷൻ്റെ അവസാനം നിങ്ങൾ നോക്കേണ്ടത് പ്രാർത്ഥനയോടുകൂടിയുള്ള ജീവിതം ഉണ്ടായിരിക്കണം. സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ അച്ഛനും അമ്മയും മക്കളും ഉണ്ടെങ്കിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുക. എൻ്റെ മക്കൾക്ക് പ്രാർത്ഥനയിൽ താല്പര്യമില്ല, എൻ്റെ ഭാര്യയ്ക്ക് പ്രാർത്ഥനയിൽ താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് കഥ അടച്ചിരുന്ന് മണിക്കൂറോളം പ്രാർത്ഥിക്കുന്നു എന്ന് ഒരു ഭർത്താവ് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തെറ്റുകയാണ്. ആദാം ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാൻ പോയി, ഹവ്വയെ പറഞ്ഞു വിട്ടു. അതുകൊണ്ടാണ് പാപം വന്നത്. ഇവിടെ സന്ധ്യാസമയത്ത് പ്രാർത്ഥന ഉണ്ട് എങ്കിൽ നിങ്ങൾ കുടുംബത്തോടു കൂടെ തന്നെ പ്രാർത്ഥിക്കണം. പ്രാർത്ഥന ഇല്ല എങ്കിൽ കുടുംബത്തോടു കൂടെയുള്ള പ്രാർത്ഥനയിൽ നിങ്ങൾ തുടങ്ങുക. ദൈവത്തിൻ്റെ വചനം നമ്മൾ അനുശാസിക്കുകയാണ്. ഇവിടെ ആവർത്തന പുസ്തകം 6-ാം അധ്യായം 6-ഉം 7-ഉം വാക്യങ്ങൾ പറയുന്നു. ആവർത്തന പുസ്തകം 11:9 മുതൽ 21 വരെ പറയുന്നു. 2 തീമോഥെയോസ് 3:15 പറയുന്നു. മലാക്കി 4:6 പറയുന്നു. കുടുംബ പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുകയാണ്. കുടുംബ പ്രാർത്ഥന ഇല്ലാത്ത ജീവിതം നാം എന്ത് തന്നെ ചെയ്തിരുന്നാലും അവിടെ നഷ്ടമായി പോകുന്നു. എപ്പോഴും പ്രാർത്ഥനയോടുകൂടെ തുടങ്ങുക. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, പലപ്പോഴും നമ്മളുടെ കുടുംബം നമ്മളുടെ കൈവിട്ട് പോകുന്നു എന്ന് പല ഭർത്താക്കന്മാരും കുടുംബനാഥന്മാരും ചിന്തിക്കുന്നു. പലപ്പോഴും എൻ്റെ ഭർത്താവ് എന്നെ ഇപ്പം പഴയതുപോലെ സ്നേഹിക്കുന്നില്ല, എൻ്റെ മക്കൾ എന്നെ അനുസരിക്കുന്നില്ല, എൻ്റെ മക്കൾ എന്നെ സ്നേഹിക്കുന്നില്ല എന്ന് പലപ്പോഴും പല അമ്മമാർ അല്ലെങ്കിൽ ഭാര്യമാർ ചിന്തിക്കുന്നു. അതുപോലെ തന്നെ മക്കൾ ചിന്തിക്കുന്നു, പഴയ സ്നേഹമൊന്നും മാതാപിതാക്കൾക്ക് എന്നോടുകൂടെ ഇല്ല എന്ന് ചിന്തിക്കുകയും പലവിധമായിട്ടുള്ള ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ കുടുംബത്തിൽ വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, എൻ്റെ ഭാര്യ ഇങ്ങനെ ആയതുകൊണ്ടാണ് എൻ്റെ കുടുംബം നശിച്ചു പോകുന്നത്, എൻ്റെ ഭർത്താവ് ഇങ്ങനെ ആയതുകൊണ്ടാണ് എൻ്റെ കുടുംബം നശിച്ചു പോകുന്നത്, എൻ്റെ മക്കൾ ഇങ്ങനെ ആയതുകൊണ്ടാണ് എൻ്റെ കുടുംബം നശിച്ചു പോകുന്നത്. മക്കൾ ചിന്തിക്കും, എൻ്റെ മാതാപിതാക്കൾ ഇങ്ങനെ ആയതുകൊണ്ടാണ് എൻ്റെ കുടുംബം നശിച്ചു പോകുന്നതെന്ന് ചിന്തിക്കുമ്പോൾ ഇവിടെ ബൈബിൾ പ്രകാരം ഒരു ഭർത്താവ്, ഞാൻ നല്ല രീതിയിൽ ബൈബിൾ പ്രകാരം ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുക. ഭാര്യ ചിന്തിക്കുക, ഞാൻ ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിക്കുന്നുണ്ടോ, മക്കൾ ഞാൻ ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുകയാണെങ്കിൽ, അപ്രകാരം നിങ്ങൾ ജീവിക്കുന്നില്ല എങ്കിൽ, അപ്രകാരമുള്ള ജീവിതം നിങ്ങൾ തുടങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ പതിയുകയും നിങ്ങൾക്ക് അനുഗ്രഹവും സന്തോഷവും സമാധാനത്തിൻ്റെയും ഒരു വലിയ കുടുംബജീവിതം നിങ്ങൾക്ക് നയിക്കുവാൻ സാധിക്കും. ആമേൻ. അപ്രകാരമുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടുകൂടെ മുന്നോട്ട് പോകാം. നമുക്കൊരു നിമിഷം ദൈവത്തോട് കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, ദൈവമേ, അടിയങ്ങൾ ഇതാ അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. പിതാവേ, ദൈവമേ, ഒരു ഭർത്താവ് എപ്രകാരമായിരിക്കണം, ഭാര്യ എപ്രകാരമായിരിക്കണം, മക്കൾ എപ്രകാരമായിരിക്കണം, മാതാപിതാക്കൾ മക്കൾ എപ്രകാരം വളർത്തണം എന്നതിനെക്കുറിച്ചുള്ള ചിന്ത അടിയങ്ങൾക്ക് നൽകിയതിനാൽ സ്തോത്രം ചെയ്യുന്നു. അത് അടിയങ്ങളുടെ ജീവിതത്തിൽ പകർത്തുവാനുള്ള അവസരം ഒരുക്കണം. ചോദിച്ച ചുരുക്കമാണെങ്കിലും അനേക നന്മകൾ കൊണ്ട് നിറയ്ക്കണം. എല്ലാം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.